കോട്ടയത്ത് പലയിടങ്ങളിലും വെള്ളം ഉയർന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ആ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് താഴുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ആശ്വാസം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ അപകടകരമായ നിലയിലായിരുന്നു ജലനിരപ്പ് ഉയർന്നു നിന്നിരുന്നത്. പലയിടങ്ങളിലും 2018 പ്രളയ സമയത്തെ ജലനിരപ്പിനൊപ്പം തന്നെ വെള്ളം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അതേസമയം തന്നെ കിഴക്കൻ മേഖലയിൽ വലിയ തോതിൽ മഴ തുടരുകയും ചെയ്തിരുന്നത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക്, അത്തരം ഒരു ചിന്തയിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 36 മണിക്കൂറിനിടെ വലിയ അതിതീവ്രമായ മഴ ഉണ്ടായിട്ടില്ല എന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്ന് ഇന്നലെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു. കിഴക്കൻ മേഖലകളിലെ റോഡുകളിലെല്ലാം തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വെള്ളക്കെട്ട് നീങ്ങി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു. അതേസമയം മലയോര മേഖലകളിൽ പലയിടത്തും മണ്ണിടിച്ചിൽ മൂലവും ഉരുൾപൊട്ടൽ മൂലവും റോഡുകൾ തകർന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിക്കാനും അതേപോലെ തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. അതേസമയം ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധി നിലനിൽക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിൽ തന്നെയാണ്. കാരണം ഈ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ ഈ 36 മണിക്കൂറിനിടയിൽ അതിതീവ്ര മഴ ഉണ്ടായിട്ടില്ലെങ്കിലും ഈ 36 മണിക്കൂറിനിടയിൽ ജലനിരപ്പ് ഏകദേശം 3.5 അടി മാത്രമാണ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ താഴ്ന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ജലനിരപ്പ് ഉയർന്നതിനേക്കാൾ പതിയെയാണ് ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം ഇപ്പോഴും താലൂക്കിലെ നിരവധി ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കോട്ടയം നഗരസഭ, ഏറ്റുമാനൂർ നഗരസഭ, അതേപോലെ തന്നെ ആർപ്പൂക്കര, അയ്മനം, തിരുവാർപ്പ്, കുമരകം പഞ്ചായത്തുകൾ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ പരിധികളിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാണ്. നിരവധി വാർഡുകളിലായി ആയിരക്കണക്കിന് വീടുകൾ വെള്ളത്തിലാണ്. ഇപ്പോഴും ക്യാമ്പുകളിലായി 150 ക്യാമ്പുകളിലായി 9700-ൽ പരം ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. അതിൽ 4000-ൽ പരം പുരുഷന്മാരും 4000-ൽ പരം സ്ത്രീകളും 1500-ഓളം കുട്ടികളുമുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അതിലേറെ ആളുകൾ ഈ പ്രളയബാധിത മേഖലകളിൽ നിന്നും ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ജലനിരപ്പ് താഴുന്നതനുസരിച്ച് ഈ ആളുകളുടെ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണമൊക്കെ കുറയും. എന്നാൽ ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം വീടുകളിലെ സ്ഥിതി നിലവിൽ എന്താണെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അവിടെ വിഷജന്തു അല്ലെങ്കിൽ അത്ര ക്ഷുദ്രജീവികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ വീടുകളിലേക്ക് എത്തുമ്പോൾ വീടുകളിലെ ഗൃഹോപകരണങ്ങളെ, പ്രത്യേകിച്ച് വൈദ്യുതോപകരണങ്ങളുടെയൊക്കെ സ്ഥിതി പരിതാപകരമായിരിക്കും. പലപ്പോഴും അപകടകരമായ സാഹചര്യം ഇത് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും വൈദ്യുതി പലരും ഓഫാക്കിയിട്ടാണ് പോകുന്നത്. തിരികെ മടങ്ങിയെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുമ്പോഴൊക്കെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഇഴജന്തുക്കളുടെയും മറ്റേയും സാന്നിധ്യം അത് പരിശോധിച്ച ശേഷം മാത്രമേ വീടുകളിലേക്കൊക്കെ കയറാൻ കഴിയുള്ളൂ. വീടുകളിൻ്റെ പരിസരങ്ങളിലും വീടിന് മുകളിലുമൊക്കെ പലപ്പോഴും ഇഴജന്തുക്കൾ ഈ മഴയുടെ സാഹചര്യങ്ങളിൽ കയറിയിരിക്കുന്ന ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അപകടങ്ങളുണ്ട്. എന്നാൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം ഉറപ്പാക്കിയിരുന്നു. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള ക്യാമ്പുകളിൽ ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ, ശുദ്ധജലം എല്ലാം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ ഏതാനും ചില ക്യാമ്പുകളിൽ ഇത് സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യം ജില്ലയിലില്ല. എന്നാൽ ജാഗ്രത തുടരുകയാണ്. അൻഫലിറ്റ് മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ ഇപ്പോഴും ഓറഞ്ച് അലർട്ട് തുടരുന്നു. ഞായറാഴ്ച വരെ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കുന്നത്. എന്നാൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും മഴകൾ തമ്മിലുള്ള ഇടവേളകൾ വർദ്ധിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസം തന്നെയാണ് ശ്രീജ.